അങ്ങനെ ജയയും സൂര്യയും ഭാവനയും കൊണ്ട് വീട്ടിലേക്ക് വന്നിറങ്ങാണ്. അവരെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി വരികയാണ് ട്ടോ. മനസ്സ് ചോദിക്കുന്നതിന് എങ്ങനെയുണ്ട് ഭാവന, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല എന്ന് ഭാവന പറയുന്നുണ്ട്. പ്രസീതേശ് പറയുന്നുണ്ട്, വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു മോളെ. നിങ്ങൾ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാതിരുന്നത് എന്ന് അജയനും പറയാണ്. അപ്പോൾ മാനസ് ചോദിക്കുന്നുണ്ട്, ആന്റിക്കും ഭാനുവിനും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ദൈവാനുഗ്രഹം കൊണ്ട് അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് സൂര്യ പറയാണ്. ദേവൻ പറയുന്നു, ഇത് കേട്ടിട്ട് ഒരു സിനിമാ കഥയെ പോലെ ആയിപ്പോയി എന്ന് പറയാണ്. അജയൻ പറയുന്നുണ്ട്, വെട്ട് അറിയണം എല്ലാത്തിനും, ഇത് കേട്ടിട്ട് എന്റെ കൈ തരിച്ചു വരികയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സൂര്യയും ദേവനും ചിരിക്കുകയാണ്. ദേവൻ പറയുന്നുണ്ട്, അജയന് നല്ല മാറ്റമുണ്ടല്ലോ സൂര്യ. അതെ അതെ എന്ന് സൂര്യയും പറയാൻ. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, മച്ചമ്പി എന്നെ താങ്ങിയതാണ് അല്ലേ? ഞാനിപ്പോൾ വെറും അജയനാണ്. അജയൻ പാരത്ര എന്നതിലെ പാരത്ര ഞാനങ്ങ് മാറ്റി. ഞാനിപ്പോൾ ആളാകെ മാറി. ആ വാലായിരുന്നു എൻ്റെ പ്രശ്നം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. അങ്ങനെ ഭാവനയും കൊണ്ട് അകത്തേക്ക് കയറാൻ കേട്ടോ. ശേഷം ചെയറിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. കൂടെ മാനസയും ജയയും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പ്രസീതയാട്ടെ അവൾക്കുള്ള ജ്യൂസൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ജയ പറയുന്നുണ്ട്, ആ മോഹനെയും അവന്റെ മോനെയും കുറെ നാൾ അകത്ത് കിടത്തണം, എങ്കിലേ അവർ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഈ പ്രശ്നം ഇവിടെ കൊണ്ടൊന്നും തീരാമെന്ന് തോന്നുന്നില്ല ആന്റി. ജയ പറയാണ്, ആ ഇനി ഇതിന്റെ പേരിൽ എന്ത് വന്നാലും നീ ഇവിടെ അടങ്ങിയിരുന്നോണം, ഇതിലൊന്നും ഇടപെടരുത്. ഡോക്ടർ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കും. മാനസ പറയുന്നുണ്ട്, ആന്റി കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ പിന്നെ വേറെ ആരെ ഇടപെടും? അങ്ങനെ ഇടപെടണമെങ്കിൽ അവിടെ വേറെ ആളുകൾ ഉണ്ടല്ലോ എന്ന് പറയാട്ടോ ജയ. അപ്പോൾ പ്രസീത പറയുന്നത്, ഇനി ഇതുപോലെയുള്ളതൊന്നും വരരുത് എന്ന് പ്രാർത്ഥിക്കും മോളെ, കേട്ട് തന്നെ എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഭാനുവിനെ ഇനി അവർ ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നു. ജയ പറയുന്നുണ്ട്, ഗായത്രിയുടെ സ്വത്തിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചതാണ്. ഇനിയിപ്പോൾ ഇങ്ങനെയും കൂടി ആയപ്പോൾ ഒന്നും കിട്ടില്ല എന്ന് തന്നെ അവർക്കറിയാം. അതുകൊണ്ട് അവർ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാൻ ട്ടോ. അതേ മോളെ, എന്തുകൊണ്ടും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് എന്ന് പ്രസീതയും പറയാൻ ട്ടോ. അതേസമയം പുറത്തെ ദേവനാകട്ടെ നല്ല സന്തോഷത്തോടു കൂടി പുറത്തേക്ക് നോക്കി ഞാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ട്ടോ സൂര്യ അവിടേക്ക് വരുന്നത്. അച്ഛനെന്താ ഇവിടെ ഇരിക്കുന്നത്, വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ദേവന് പറയുന്നുണ്ട്, ഞാൻ സന്തോഷം കൊണ്ട് ഇരുന്നതാടാ, നീയും ഒന്നിരിക്കുക എന്ന് പറയാൻ. അങ്ങനെ സൂര്യ അടുത്ത് തന്നെ ഇരിക്കുകയാണ് ട്ടോ. ദേവൻ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിച്ച കുടുംബമാടാ ഇപ്പോൾ നമ്മൾ കണ്ടത്. എത്ര വലിയ ശത്രുവായാലും സ്നേഹം എന്ന രണ്ടക്ഷരം മതി ആ ശത്രുത മാറി അവർ ഒന്നാകാൻ. പക്ഷെ അത്രയും ശക്തമായ രീതിയിൽ ആ സ്നേഹം പങ്കുവെക്കാൻ കഴിയണം, ഭാവനയെ പോലെ. നീ കണ്ടില്ലേ, ഭാവനയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ എന്ന് വിചാരിച്ചവരാണ് ഇപ്പോൾ ഭാവനയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ശരിയാണ് അച്ഛാ, നേര് പറഞ്ഞാൽ അജയ് മാമനോടും ആന്റിയോടും എനിക്കുണ്ടായിരുന്ന ദേഷ്യമൊന്നും ഇപ്പോഴില്ല. അതിനും കാരണക്കാരി ഭാവന തന്നെയാണല്ലോ എന്ന് പറയാൻ. അപ്പോൾ ദേവൻ പറയുന്നു, അതേ മോളെ, ഭാവനയെ പോലെ ഒരു പെൺകുട്ടി, അത് അമ്മയായാലും മോളായാലും മരുമകളായാലും ഒരു കുടുംബത്തിനുണ്ടെങ്കിൽ ആ കുടുംബം സ്വർഗമാണ്. ആ കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് എന്നൊക്കെ പറയാണ്. എന്തായാലും ഇപ്പോൾ ആ യാഥാർത്ഥ്യം നിന്റെ അമ്മയും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നിന്റെ അമ്മ പറയുന്നത് പോലെ ഭാവനയെ നിന്ന് കൊടുത്താൽ മതി. പിന്നെ അവൾ നിലത്ത് പോലും വെക്കാതെയായിരിക്കും ഭാവനയെ നോക്കിക്കൊണ്ട് നടക്കാൻ പോകുന്നത്. നീ കണ്ടോ എന്നൊക്കെ പറയാണ്. വാ നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ദേവനും സൂര്യയും അകത്തേക്ക് പോവുകയാണ് ട്ടോ. ശേഷം കാണിക്കുന്നത് അജയൻ സുനിലുമായിട്ട് സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒന്ന് പൊട്ടിക്കരയണമെന്ന് എനിക്ക് തോന്നുകയാണ് മോനെ. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ സുനിൽ പറയുന്നത്, എനിക്ക് ഇപ്പോഴും അങ്കിളിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, അത് ആരായാലും വിശ്വസിക്കില്ല സുനിലെ, കാരണം ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നല്ലോ. ഭാവനയെ ഇല്ലാതാക്കാനും സൂര്യയിൽ നിന്ന് അകറ്റാനും മാനസമോൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചതോ ആ ഭാവന തന്നെ വേണ്ടി വന്നു എനിക്ക് ഈ ഒരു ജീവിതം ഉണ്ടാകാൻ. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ജീവിച്ചു തുടങ്ങിയത് മോനെ എന്നൊക്കെ പറയാം. അപ്പോൾ സുനിൽ പറയുന്നത്, ഞാൻ അങ്കിളിനോട് കാര്യം ചോദിക്കട്ടെ, സത്യം പറയുമോ? അങ്കിളിന്റെ മനസ്സിൽ എന്നോട് ഇപ്പോൾ സ്നേഹമാണോ അതോ പഴയ വെറുപ്പാണോ എന്ന് ചോദിക്കാൻ. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സ്നേഹമാണ്, നീ ഞങ്ങളുടെ മകനാണ്. എനിക്കിപ്പോൾ 2 പെൺമക്കളാണ്, ഭാവനയും മാനസയും, പിന്നെ ഇപ്പോൾ നീയും. ഈ ഒരു അവസ്ഥയിലും എൻ്റെ മോളെ കൈവിടാതെ നീ ചേർത്ത് നിർത്തി സ്നേഹിക്കുന്നില്ല, അത് തന്നെ ഞങ്ങളുടെ മഹാഭാഗ്യമല്ലേ മോനെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുനിലിനെ ചേർത്ത് പിടിക്കാണ്ടോ അജയൻ. സുനിലിനാട്ടെ നല്ല സന്തോഷവുമാണ് കാണുന്നത്. ശേഷം കാണിക്കുന്നത് ഭാവന റൂമിൽ ഇരിക്കാണ്ടോ. അപ്പോൾ സൂര്യ അവിടേക്ക് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ പേടിച്ചു പോയി. ഡോക്ടറും കൂടി അങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആകെ ഇല്ലാതായി എന്നൊക്കെ പറയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഭാവന വീഴാൻ പോയപ്പോൾ ഞാൻ അവളെ ശരിക്കും പിടിക്കാൻ നോക്കിയതാണ് സൂര്യ, പക്ഷെ ഞാൻ തെന്നി വീഴുകയായിരുന്നു. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അമ്മയും വല്ലാതായിപ്പോയി ഭാവന. ഇത്രയും നാൾ കാത്തിരുന്നിട്ട് അവസാനം പേരക്കുട്ടിയെ കിട്ടാതായി സാധ്യതയില്ല എന്നറിഞ്ഞാൽ ആരും ഒന്ന് വിഷമിക്കില്ലേ. അപ്പോൾ ഭാവന പറയുന്നത്, ഞാൻ ഇവിടെ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയതൊരു ദേഷ്യവും ആന്റിയുടെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞില്ലേ ഭാവന. ഇപ്പോൾ മനസ്സിനൊരു സുഖം തോന്നുന്നു. അച്ഛനും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഒത്തൊരുമയോട് കൂടി നിന്നപ്പോൾ. പിന്നീട് കാണിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. ഭാനു ആട്ടെ ഇപ്പോൾ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി ബാംഗ്ലൂരിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ അവിടുത്തെ ഒരു അവധി കഴിഞ്ഞ് അവൾ നാട്ടിലേക്ക് തിരിച്ചെത്തുക. ഓട്ടോയിൽ വന്നിറങ്ങിയ ഭാനു ഓട്ടോക്കാരനോട് ക്യാഷ് ഗൂഗിൾ പേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുക. അപ്പോഴാണ് മുറ്റത്തേക്ക് ഇറങ്ങിയ ഗായത്രിയും മായും ഭാനുവിനെ കാണുന്നത്.
ആ ഭാനു എന്ന് പറഞ്ഞ് അത്ഭുതത്തോടു കൂടി നോക്കുമ്പോൾ അവളുടെ ഡ്രസ്സിനൊക്കെ ഒരു മാറ്റം കാണട്ടെ കാര്യം അയ്യയ്യോ എന്ന് പറഞ്ഞ് ഓടി വരികയാണ് കേട്ടോ. അയ്യയ്യോ എന്താ ഇതൊക്കെ, ആരെങ്കിലുമൊക്കെ കാണും എന്ന് പറഞ്ഞ് അവളുടെ ഡ്രസ്സിന്റെ കൈയൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. എന്നാൽ ഭാനു ആട്ടെ എന്താ അമ്മ ഇത്, ഇതൊക്കെ ഒരു ഫാഷനാണ്, എന്താ ഇത്, ഇനി ആളാകെ മാറിപ്പോയല്ലോ ഗായത്രി പറയാണ്. മായ ആകട്ടെ ഭാനു ബാംഗ്ലൂരിൽ നീ പഠിക്കാൻ പോയപ്പോൾ നിന്റെ വേഷത്തിനൊക്കെ നല്ല മാറ്റമുണ്ടല്ലോ, കാലം മാറിയതിനനുസരിച്ച് ചെറിയ ചേഞ്ചൊക്കെ വേണ്ടേ മായച്ചി എന്നൊക്കെ പറഞ്ഞ് മായയുടെ മുഖത്ത് പിടിക്കുകയാണ് കേട്ടോ ഭാനു. പിന്നീട് ഭാവനേച്ചി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അകത്തുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഭാനു പറയുന്നുണ്ട്, ഭാവനേച്ചിയുടെ 7ാം മാസത്തെ കൂട്ടിക്കൂടൽ ചടങ്ങിന് എനിക്ക് വരാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ചേച്ചി തന്നെയാണ് ഞാൻ ഇപ്പോൾ വരണ്ട എന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്നത്, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഓടിയെത്തിയേനെ എന്നൊക്കെ പറയാണ്. ശേഷം മായോട് ചോദിക്കുന്നതിന് മായച്ചി എന്തൊക്കെയായി വീട് പണികൾ. അപ്പോൾ മായ പറയുന്നത് വീട് പണിക്ക് ഏകദേശം പൂർത്തിയാകാനായി ഭാനു. ചേച്ചി ആ പഴയ നോക്കി വെച്ച വീട് കിട്ടാത്ത നല്ല വിഷമം ഉണ്ടാവുമല്ലോ സേതുവേട്ടനെ എന്ന് ചോദിക്കാൻ കേട്ടോ ഭാനു. ഗായത്രി പറയുന്നത് എന്തിനു വിഷമിക്കണം, ഇപ്പോൾ അതിനേക്കാളും വലിയ മോഡലുള്ള വീടല്ലേ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയാൻ. അങ്ങനെ അവർ 3 പേര് ചിരിക്കുകയാണ്. ശേഷം ഭാവനേച്ചിയെ കാണട്ടെ എന്ന് പറഞ്ഞ് ഭാനു അകത്തേക്ക് ഓടുകയാണ്. അതേസമയം അകത്ത് ഭാവനയുടെ മുടി ചീകിക്കൊണ്ടിരിക്കാൻ കേട്ടോ അരുന്ധതി. ഭാനുവിനെ കണ്ടതു ഭാനു മോളെ നീ എപ്പോ വന്നു എന്നൊക്കെ ചോദിച്ച് അവരെ എഴുന്നേൽക്കുകയാണ്. ഭാവനേച്ചി എഴുന്നേറ്റ് നിന്ന് ഞാൻ ഒന്ന് കാണട്ടെ ഭാവന എന്ന് പറയാം. അങ്ങനെ ഭാവന എഴുന്നേറ്റ് നിൽക്കാൻ കേട്ടോ. ഭാവനയ്ക്ക് നന്നായിട്ട് വയറ് വന്നിട്ടുണ്ട്, ഏകദേശം പ്രസവത്തിന്റെ ഡേറ്റ് അടുത്തോണ്ടിരിക്കുകയാണ്. നല്ല ബുദ്ധിമുട്ടും അവരുടെ മുഖത്ത് കാണുന്നുണ്ട്. കുഞ്ഞാവെ നോക്കിക്കേ നിന്റെ ഇളയമ്മ വന്നിരിക്കുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ ഭാനു. മോനെ എന്നൊക്കെ വിളിക്കാൻ. മോനാണെന്ന് നീ തീരുമാനിച്ചോ എന്ന് ചോദിക്കേണ്ട ഭാവന. പിന്നല്ലാതെ ഇത് മോൻ തന്നെയാണ് എന്ന് പറയാണ്. അല്ല മോളാണ് എന്ന് പറയാൻ കേട്ടോ സൂര്യ. അത് എനിക്കും ഭാവനയ്ക്കും നേരത്തെ അറിയാം, അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമില്ല എന്ന് പറയാണ്. ആണോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാവനച്ചിയെ പോലെ എല്ലാവരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നല്ല തൻ്റെടിയായിട്ടുള്ള ഒരു മോള് തന്നെയാവണം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഒരാളെ തന്നെ സഹിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇനി അതുപോലുള്ള ഒരാളും കൂടി വരിക എന്ന് വെച്ചാൽ എൻ്റെ കാര്യം പോക്കാണ് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഭാവന ഇരുന്നിടത്തൊന്നും എഴുന്നേറ്റ് സൂര്യയുടെ ചെവി പിടിക്കുകയാണ്. ആഹാ, ഒരാൾ തന്നെ സഹിക്കാൻ വയ്യേ വയ്യേ എന്നൊക്കെ ചോദിക്കുക. അയ്യോ ഭാവന ഞാൻ തമാശ പറഞ്ഞതാണേ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവിടെ ചിരിയും ബഹളവും എല്ലാം നിറയാണ്. അപ്പോഴാണ് അവിടേക്ക് സേതുവും ഭരത്തും വരുന്നത്. ഭാനു നീ എപ്പോൾ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് സേതും ഭരത്തും അവളുടെ അടുത്തേക്ക് അടുക്കാനായിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഏട്ടാ ഞാൻ ഇപ്പോൾ വന്നതായിരുന്നു, നിങ്ങൾ എവിടെയായിരുന്നു ചോദിക്കുന്നുണ്ട്. ഭരത്തിന് വേണ്ടിയിട്ട് പുതിയൊരു സ്ഥലം നോക്കാൻ വേണ്ടി പോയതാണ്, സൂര്യയുടെ കെയർ ഓഫിൽ എന്ന് പറയാണ്. ആണോ എന്ന് ചോദിക്കാം. സൂര്യ പറയുന്നുണ്ട്, എന്തായാലും ആന്റിക്ക് എല്ലാ മക്കളും അടുത്ത് തന്നെ വേണമെന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇത് ഭരത്തിന് നന്നായിരിക്കുമെന്ന്, അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറയാൻ. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, ഏകദേശം എല്ലാം ഓക്കെയാണ്, ഇനി അരുന്ധതിയും കണ്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നീട് നമുക്കത് ഉറപ്പിക്കാം എന്ന് പറയാൻ. അരുന്ധതി പറയുന്നുണ്ട്, സൂര്യേട്ടൻ്റെ സെലക്ഷൻ അതുകൊണ്ട് മോശമാകില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നമുക്കത് തന്നെ ആക്കാം എന്ന് പറയാൻ കേട്ടോ. അതേസമയം മായ പറയുന്നുണ്ട്, ഇനി എല്ലാവരോടും കൂടി ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താണത് എന്ന രീതിയിൽ എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരിക്കാൻ. നമ്മുടെ ഭാനു വിവാഹത്തിന് സമ്മതം മൂളിയിട്ടുണ്ട് എന്ന് പറയാൻ. ആണോ എടി എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറയാൻ ടവൾ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ആള് എന്നെ പോലത്തുള്ള പ്രൊഫഷൻ തന്നെ ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ ശരിയാവുകയുള്ളൂ എന്ന് പറയാണ്. ബാക്കിയെല്ലാം നിങ്ങളുടെ സെലക്ഷൻ ഞാൻ വിട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ നമുക്ക് ആ ആളെ കണ്ടെത്താം എന്ന് പറയാൻ കേട്ടോ. മാത്രമല്ല എന്നിട്ട് വേണം എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ജീവിക്കാൻ, അവരുടെ വീട്ടിലേക്ക് മാറാൻ എന്നൊക്കെ പറയാണ്. നിന്റെ വിവാഹം നമുക്ക് അവസാനത്തെ വിവാഹമല്ലേ, ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം എന്നൊക്കെ ഭരത് പറയാണ്. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. അവിടെ മാനസയും സുനിലും കൂടി ചെക്കപ്പിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ മാനസയെ ചെക്കപ്പെല്ലാം ചെയ്തതിന് ശേഷം ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം, അതിൻ്റെ ഒരു പോരായ്മ കാണുന്നുണ്ട്, ഡേറ്റ് അടുക്കും തോറും ക്ഷീണവും ടെൻഷനും എല്ലാം കൂടും, പക്ഷെ അതൊന്നും കാര്യമാക്കാൻ നന്നായിട്ട് നടക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു വിടുകയാണ്. അങ്ങനെ എല്ലാം ശ്രദ്ധിച്ചോളാം എന്ന് സുനിലും പറയാണ്. അതേസമയം സൂര്യയും ഭാവനയും മറ്റൊരു ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിനായിട്ട് എത്തിയിരിക്കുകയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, പൊതുവെ ഡേറ്റ് എടുക്കും തോറും പെൺകുട്ടികൾക്ക് ടെൻഷൻ കൂടുതലാണ്, പക്ഷെ ഭാവനയ്ക്ക് ഇവിടെ യാതൊരു ടെൻഷനും ഇല്ല, കാരണം അവൾ നഴ്സാണ്, അതുകൊണ്ട് എവിടെ എന്തെല്ലാം എങ്ങനെ ചെയ്യണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം, നന്നായിട്ട് നടക്കണം കേട്ടോ. സൂര്യ പറയുന്നുണ്ട്, നടക്കാൻ ഇത്തിരി മറിയാണ് ഡോക്ടർ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, നടക്കുമ്പോൾ എനിക്ക് ബാക്ക് പെയിൻ കൂടുതൽ വരികയാണ്, അതുകൊണ്ടാണ് ഡോക്ടറെ എന്ന് പറയുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ടേ, നന്നായിട്ട് നടക്കണം, നല്ല വെള്ളവും കുടിക്കണം, ഭക്ഷണവും കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു വിടുകയാണ്. അങ്ങനെ സൂര്യയും ഭാവനയും ഡോക്ടറെ കണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തിറങ്ങി അവർ സംസാരിച്ചു കൊണ്ട് നടക്കുക കേട്ടോ. അപ്പോഴിതാ ഹോളിൻ്റെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാനസയും സുനിലും അവിടെ ഇരിക്കുകയാണ്. അവരെ കണ്ടതും ഭാവനയും സൂര്യയും അവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട്. മാനസയുടെ വയറൊക്കെ തൊട്ട് നോക്കാൻ കേട്ടോ ഭാവന. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാനസ ഇപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, വാവക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കാൻ. മാനസ പറയുന്നുണ്ട്, ഭാവന പേടിക്കേണ്ട, ഒരു കുഴപ്പവുമില്ല, പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അല്പം നടക്കണം, ഇലക്കറികളും മറ്റും കഴിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഭാവനയും പറയുന്നുണ്ട്, എന്നോടും അത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്, ഏതാണ്ട് ഡെലിവറി ഡേറ്റ് ആയി തുടങ്ങിയില്ലേ,
അതുകൊണ്ട് നടക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അല്പം നടക്കുമ്പോഴേക്കും ബാക്ക് പെയിൻ കൂടി വരികയാണ്. അതുകൊണ്ട് ഞാൻ നടത്തം കുറവാണ് എന്ന് ഭാവന പറയാണ്. എന്തായാലും ഇനി മുതൽ മടി കാണിച്ചിരുന്നിട്ട് കാര്യമില്ല, നടക്കണം എന്ന് തന്നെ പറയാണ്. അപ്പോൾ മാനസയും പറയുന്നുണ്ട് അതെ. ഭാവന ചോദിക്കുന്നുണ്ട് മാനസിക്ക് ഇപ്പോൾ ടെൻഷനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ആദ്യത്തെ പോലുള്ള മൂഡ് ഓഫ് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. മാനസ പറയുന്നുണ്ട് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല ഭാവന. ഇത്രയും മാസങ്ങളായിട്ട് ഈ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുകയല്ലേ, അറിയാതെ തന്നെ എൻ്റെ മനസ്സ് മാറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ മറ്റേതോ ഒരു ലോകത്ത് ജീവിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരമ്മയാകാനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. ഈ കുഞ്ഞിനെ മുഖം കണ്ടിട്ടില്ലെങ്കിലും അതിനു മുൻപേ സ്നേഹിച്ചു തുടങ്ങിയതാണ് ഞാൻ. ഇനി എത്രയും പെട്ടെന്ന് അവനിങ്ങ് പുറത്തേക്ക് വന്നാൽ മതി, എനിക്ക് അവൻ്റെ മുഖം കാണണം എന്നൊക്കെ പറഞ്ഞ് മാനസ വാ തോരാതെ നൂറ് കാര്യങ്ങൾ പറയാൻ. ഇതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും ഭാവനയ്ക്ക് വിഷമമാണ് ഉണ്ടാക്കുന്നത്. ഇനി ഡെലിവറി എങ്ങാനും കഴിഞ്ഞാൽ പിന്നെ മാനസ ഈ കുഞ്ഞിനെ വിട്ടു തരില്ലേ, അവൾക്കതിനെ തിരികെ ഞങ്ങളെ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടാകില്ലേ എന്നൊക്കെ കേട്ടോ ഭാവന മനസ്സിൽ വിചാരിക്കുന്നത്. ഭാവനയുടെ ഈ മുഖഭാവം സൂര്യൻ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല ഭാവന എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല ഞാൻ ആലോചിക്കുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങളും കൂടി കളിക്കുന്നതും അവരുടെ ചിരികളും കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ആലോചിക്കുകയായിരുന്നു എന്ന് പറയാൻ. എന്നിട്ട് മാനസയുടെ വയറിന് മുകളിൽ കൈവെക്കുകയും അവൾ തലവെച്ച് നോക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ സുനിലിനും മാനസക്കും അവർക്ക് എല്ലാവർക്കും സന്തോഷം തോന്നുകയാണ്. എന്തായാലും നമുക്ക് ഇറങ്ങാമല്ലേ, നിങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്ത ശേഷം ഭാവനയെ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറയാൻ കേട്ടോ സൂര്യ. അങ്ങനെ അവർ 4 പേരും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്. ശേഷം കാണിക്കുന്നത് ഭാവന തിരികെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ ചോദിക്കുന്നത് എന്താ ഭാവനയുടെ മുഖത്തൊരു മൂഡ് ഓഫ്. ഭാവന പറയുന്നു ഒന്നുമില്ല സൂര്യ, ഞാൻ മാനസ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞ കാര്യം ആലോചിക്കുകയായിരുന്നു. അവളിപ്പോൾ ആ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരു പക്ഷേ ഡെലിവറി കഴിഞ്ഞാൽ അവൾക്ക് ആ കുഞ്ഞിനെ നമുക്ക് വിട്ടുതരാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടാകുമോ സൂര്യ എന്നൊക്കെ ചോദിക്കുകയാണ്. സൂര്യ പറയുന്നത് ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല, നമുക്ക് ഇനി ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്നറിഞ്ഞപ്പോൾ അവൾ സ്വയം ഏറ്റെടുത്ത ദൗത്യമല്ല, നമ്മളാരും അവളെ കൊണ്ട് നിർബന്ധിച്ച് ഏറ്റെടുപ്പിച്ചതല്ലല്ലോ. ഒരിക്കലും നീ ഒരു അമ്മയാകില്ല എന്ന് വിധി എഴുതിയവർ തന്നെ ഇപ്പോൾ തിരുത്തി പറഞ്ഞില്ലേ. അതുകൊണ്ട് അവളുടെ ഡെലിവറി കഴിയട്ടെ, അതും അതിൻ്റെ വഴിക്ക് തന്നെ നടക്കും, നീ ഒട്ടും ടെൻഷൻ അടിക്കാതെ എന്ന് പറയാണ്. ഭാവന പറയുന്നുണ്ട് അവൾ വിട്ടുതരില്ല എന്ന കാര്യത്തിലല്ല എൻ്റെ ടെൻഷൻ, എങ്ങനെയായാലും അവളും ഒരു അമ്മയാകാൻ പോകുകയല്ലേ. 10 മാസം വയറ്റിൽ ചുമന്നു നടക്കുന്ന ഏതമ്മയ്ക്കും തൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണാനും അവനെ ലാളിക്കാനും കൊഞ്ചിക്കാനും എല്ലാം ആഗ്രഹം തോന്നില്ലേ, അതാണ് എൻ്റെ പേടി എന്നൊക്കെ പറയാണ്. പക്ഷേ സൂര്യ ഭാവനയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിർത്തിയാണ് കേട്ടോ.